ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ പൂർത്തിയാക്കി. സെക്കൻഡ് ചാപ്റ്റർ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നതിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ആയിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ. ഏകദേശം C++ പ്രോഗ്രാമിംഗ് അതോടുകൂടി നിങ്ങൾ ചെയ്യുന്നത് അവസാനിക്കുകയാണ്. ഫസ്റ്റ് ഇയറിൽ ഏകദേശം 6 ചാപ്റ്ററിലായിട്ട് നമ്മൾ C++ പ്രോഗ്രാമിങ്ങിൻ്റെ സിൻടാക്സും പ്രോഗ്രാം കോഡുകളും ഒക്കെ എഴുതി പഠിച്ചു. നമ്മൾ ടോക്കൺസ് എന്താണെന്ന് പഠിച്ചു. പിന്നീട് വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പുകൾ എന്നിവ എഴുതാൻ പഠിച്ചു. അതിനുശേഷം അറൈസ്, പിന്നീട് അങ്ങോട്ട് സ്ട്രിങ്, ലാസ്റ്റിൽ ഏറ്റവും ഒടുവിലായിട്ട് ഫങ്ഷൻസ്, യൂസർ ഡിഫൈൻ ഫങ്ഷൻസും ബിൽറ്റ് ഇൻ ഫങ്ഷൻസും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും ചാപ്റ്ററിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ടുള്ള പഠനമായിരുന്നു കഴിഞ്ഞ വർഷം ചെയ്തത്. വീണ്ടും ഈ വർഷം സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്നൊരു ചാപ്റ്ററിൽ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പായ സ്ട്രക്ചറുകളെക്കുറിച്ചും പിന്നീട് നമ്മൾ പോയിൻ്ററും വിശദമായിട്ട് പഠിച്ചു. ഏകദേശം അതോടുകൂടി പ്രോഗ്രാമിംഗ് നിങ്ങളുടെ ലെവലിലുള്ളത് അവസാനിക്കുകയാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് വിവിധ തരത്തിലുള്ള പ്രോഗ്രാമിംഗ് അപ്രോച്ചുകൾ, പ്രോഗ്രാമിംഗ് പാരാഡിഗ്ംസ്, പിന്നീട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്ട്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് 2 രീതിയിലും പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് പാരാഡിഗ്ംസ് ഉപയോഗിച്ചും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചും നമുക്ക് ആ പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പം 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഹിസ്റ്ററി ഒന്ന് ചെറുതായിട്ട് നോക്കാം. ആദ്യകാലങ്ങളിൽ മെഷീൻ കോഡുകൾ അഥവാ മെഷീൻ ലാംഗ്വേജാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. 0ഉം 1ഉം എന്ന 2 ബൈനറി ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ സീരീസ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിരുന്നത്. അതിൻ്റെ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷനും നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ രീതിയിലാണ് ഏറ്റവും ആദ്യം നമ്മൾ ബൈനറി ലാംഗ്വേജ് ഉപയോഗിച്ചാണ് മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിരുന്നത്. എന്നാൽ അത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ മെഷീനും ഓരോ തരത്തിലുള്ള ആർക്കിടെക്ചർ മാറുന്നതനുസരിച്ച് ഓരോ തരത്തിലുള്ള കോഡുകൾ നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സോ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ച് ഈ കോഡിങ്ങും ബുദ്ധിമുട്ട് ഏറിയതായി മാറുന്നു. അപ്പം അതായത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് പല മെഷീനിൽ പല കോഡുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരുന്നു. സോ അത് എല്ലാം 0ഉം 1ൻ്റെയും കോമ്പിനേഷൻസ് ആയതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ കോംപ്ലക്സിറ്റി ഒന്ന് ലഘൂകരിക്കാനായിട്ട് നമ്മൾ പിന്നീട് 1950ഓടെ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എന്ന പുതിയൊരു ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. അസംബ്ലി ലാംഗ്വേജുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഇംഗ്ലീഷ് ഭാഷയോട് ഉപയോഗിച്ചിട്ടുള്ള ചില വേർഡ്സാണ്, കോഡുകളാണ്. അതിന് നെമോണിക്സ് എന്ന് പറയും. ആഡ്, ഡിവ്, സ്റ്റോറ് തുടങ്ങിയൊക്കെയുള്ള വേർഡ്സുകളാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത് ഇൻസ്ട്രക്ഷനുകളായിട്ട്. അപ്പോൾ ഇതും മെഷീൻ്റെ ഹാർഡ്വെയറിനോട് വളരെ അടുപ്പമുള്ള ലോ ലെവൽ ലാംഗ്വേജാണ്. അപ്പോൾ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെയും ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെഷീൻ മാറുന്നതനുസരിച്ച് നമ്മൾക്ക് പ്രോഗ്രാം ഓരോന്നിനായിട്ട് പ്രത്യേകം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയതാണ്. അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിനെ പോലെ തന്നെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. എന്നാൽ മെഷീൻ ലാംഗ്വേജിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി ഒഴിവാക്കുന്നതാണ് ഇൻസ്ട്രക്ഷനൊക്കെ കടന്നു വന്നതോടുകൂടി. അപ്പം അതിൻ്റെ ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ 3GL കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഏകദേശം മനുഷ്യഭാഷയോട് സാമ്യമുള്ള ഭാഷയാണ്.
അപ്പോൾ അത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമുക്ക് ഈ മെഷീൻ ലാംഗ്വേജിൽ നിന്ന് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആ ലാംഗ്വേജിലേക്ക് കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് അസംബ്ലി ലാംഗ്വേജിൽ വന്നു. അത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. വീണ്ടും അവിടെ നിന്ന് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കടന്നു വന്നു. 1954 IBM ടീം പുറത്തിറക്കിയ ഫോർട്രാൻ ആണ് ആദ്യത്തെ കൊമേഴ്സ്യൽ ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പോപ്പുലറായിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അതിനുശേഷം പ്രോഗ്രാമിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വളരെ വലുതാണ്. കഴിഞ്ഞ 70 വർഷത്തിനുള്ളിൽ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് പ്രോഗ്രാമിങ്ങിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഫോർട്രാനിൽ നിന്ന് പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ പാസ്കൽ അല്ലെങ്കിൽ ബേസിക്, കോബോൾ, അതും കഴിഞ്ഞ് 1972 ഡെന്നിസ് റിച്ചിയുടെ സി പ്രോഗ്രാമിങ്ങിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ റിമാർക്കബിൾ ആയിരുന്നു അന്നത്തെ കാലത്ത്. അത് ഹൈ ലെവൽ ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ലാംഗ്വേജാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് C++, ജാവ, റൂബി, പിന്നീട് R ലാംഗ്വേജ്, ജാവാസ്ക്രിപ്റ്റ്, പേൾ എന്ന് നീണ്ട നിര, .NET നീണ്ട നിരകളാണ് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിൽ തുടങ്ങി വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പൈതൺ വരെയുള്ള ലാംഗ്വേജുകൾ എത്തി നിൽക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് പരമ്പരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ C++ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റൈലും പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റൈലും രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു ലാംഗ്വേജാണ്. ഇപ്പോൾ ഈ മെൻഷൻ ചെയ്ത പല ലാംഗ്വേജുകളും പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിൻ്റെ പാരാഡിം ഉപയോഗിച്ച് മാത്രം വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ C++ ആകട്ടെ ഈ രണ്ട് ടെക്നിക്സുകളും രണ്ട് രീതിയിലും നമുക്ക് രണ്ട് പാരാഡിം ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് പാരാഡിം? A programming paradigm denotes the way in which a program is organized. That is, the different styles or approaches used in the development of a program. ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ്, പല സ്റ്റൈലുകളെയാണ് എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് പാരാഡിം എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. If the program is very small, no need of any organizing principle. But the program becomes larger. Some measure have to be taken for managing it and for reducing its complexity. നമുക്കറിയാം, പ്രോഗ്രാമുകൾ വളരെ ചെറുതാണെങ്കിൽ നമ്മൾക്കത് സിമ്പിളായിട്ട് എഴുതാം. അതിന് പ്രത്യേക ഒരു റൂൾസോ സ്റ്റൈലോ ഒന്നും അത്യാവശ്യമില്ല. എന്നാൽ ആ പ്രോഗ്രാം വലുതായി വരുന്തോറും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വലുതാകുമ്പോൾ നമ്മൾക്ക് കോംപ്ലക്സിറ്റി കൂടും, കോംപ്ലിക്കേഷൻ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഒരു അടുക്കും ചിട്ടയോടെ ഏതെങ്കിലും ഒരു പ്രത്യേക രീതി അവലംബിച്ച് നമ്മൾ എഴുതി ചേർത്താൽ നമ്മൾക്കത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, ഈസി ആയിട്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് യൂസർ ഫ്രണ്ട്ലി ആവും, കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിന് സഹായിക്കുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, മെത്തേഡ്സ്, അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് പാരാഡിം എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് പാരാഡിംസ് ഉണ്ട്. ചില പാരാഡിംസൊക്കെ ഊന്നൽ കൊടുക്കുന്നത് പ്രൊസീജിയേഴ്സിനാണ്, അതായത് പ്രോഗ്രാംസ് എഴുതുന്ന സ്റ്റെപ്സിനാണ്, ഇൻസ്ട്രക്ഷൻസിനാണ്, അല്ലെങ്കിൽ അതിലുള്ള ഫങ്ഷൻസിനാണ്. എന്നാൽ വേറെ ചിലതൊക്കെ ആകട്ടെ ഡേറ്റയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. റിയൽ വേൾഡ് പ്രോഗ്രാമുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് വരുമ്പം ഡേറ്റകൾക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രോഗ്രാമിംഗ് അപ്രോച്ചസ് ഉണ്ട്. അല്ല പ്രൊസീജിയേഴ്സിന്, ഫങ്ഷൻസിന്, ഇൻസ്ട്രക്ഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന
രീതികളും ഉണ്ട്. അപ്പോൾ ഇതിൽ പല എക്സാമ്പിൾസ് നമുക്ക് പറയാം. മോഡുലാർ പ്രോഗ്രാമിംഗ് ഉണ്ട്, ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ് ഉണ്ട്, ബോട്ടം അപ്പ് ഡിസൈൻ ഉണ്ട്, സ്ട്രക്ചറൽ പ്രോഗ്രാമിംഗ് ഉണ്ട്, അതും അല്ലെങ്കിൽ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ്. പിന്നെ നമ്മൾ കാണുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അങ്ങനെ പല വിധത്തിലുള്ള പ്രോഗ്രാമിംഗ് പാരാഡിംസ് ഉണ്ട്. അപ്പോൾ C++നെ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പാരാഡിംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും പിന്നീട് നമുക്ക് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് രണ്ട് രീതിയിലും C++ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് പാരാഡിംസ് ആണ് നമ്മൾ കാണുന്നത്. നമ്പർ 1, unstructured programming. In unstructured programming, the program is written as a single unit or a single block. This paradigm was used in earlier version of languages like BASIC, Fortran, COBOL, etc. Unstructured programming languages have limited number of data types. Okay? And these types of languages were used unconditional branching statements like goto. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കൂട്ടം ഇൻസ്ട്രക്ഷനുകൾ, സീക്വൻഷ്യലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനുകൾ നമ്മൾ വൺ ആഫ്റ്റർ അനദർ എന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുന്നത്, അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇഫ്, എൽസ്, അതല്ലെങ്കിൽ അത് ഇഫ് എൽസ് ലാഡർ എന്നൊക്കെ പറയും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള കണ്ടീഷണൽ സ്ട്രക്ചേഴ്സോ അതല്ലെങ്കിൽ ലൂപ്പുകളോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇത് സീക്വൻഷ്യൽ എക്സിക്യൂഷനാണ് ഇതിനകത്ത് നടക്കുന്നത്. പ്രോഗ്രാം ഫ്ലോ സീക്വൻഷ്യലായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഗോറ്റു പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. സോ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് മെത്തേഡ്സ് ആണ് ഈ അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാല പ്രോഗ്രാമിങ്ങിലാണ് ഇത് ഉപയോഗിച്ചത്. നമ്മൾ കാലം കഴിയും തോറും ഇത് മാറ്റി ഡെവലപ്പ് ചെയ്ത് പുതിയ രീതികളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏറ്റവും സിംപ്ലസ്റ്റ് അതായത് സീക്വൻഷ്യൽ ഫോമിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന പാരാഡിമിനെയാണ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്പർ 2, structured programming. Structured programming is a programming paradigm aimed at improving the clarity, quality and development time of a computer program by making extensive use of the structured control flow statements, that is selection statements, repetitive structures, etc. Okay? അപ്പോൾ അതായത് ഈ സ്ട്രക്ചർഡ് പ്രോഗ്രാമിങ്ങിൽ പ്രോഗ്രാം നല്ല രീതിയിൽ എഴുതുന്നതിനായിട്ട് നമുക്ക് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, പ്രോഗ്രാമിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കറിയാം കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ്, ദെൻ, എൽസ് തുടങ്ങി നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പഠിച്ചത്. അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് റെപ്പറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ലൂപ്പുകൾ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പുകൾ ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പം നോർമലി ഈ സ്ട്രക്ചർഡ് പ്രോഗ്രാമിൽ സീക്വൻഷ്യൽ മെത്തേഡും ഒപ്പം അതിൻ്റെ കൂടെ ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സും റെപ്പറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പ്രോഗ്രാമിനെ ഒരു വെൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാമായിട്ട് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട്, അൺസ്ട്രക്ചർഡ് പ്രോഗ്രാമിനേക്കാൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് മാനറിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം എഴുതാം. അപ്പം ആ രീതിയിൽ ഈ സ്ട്രക്ചേഴ്സൊക്കെ ഉപയോഗിച്ച് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ലൂപ്പുകളും ഇഫ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഉപയോഗിച്ച് പ്രോഗ്രാമിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി, പ്രോഗ്രാമിൻ്റെ ക്ലാരിറ്റി കൂട്ടി നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് കുറച്ച് ക്ലിയറായിട്ട് നമുക്ക് പ്രോഗ്രാംസ് എന്ത് ചെയ്യാം, അൺസ്ട്രക്ചർഡ് പ്രോഗ്രാമിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. ആ ഒരു മെത്തേഡിനെയാണ്, അപ്രോച്ചസിനെയാണ്, രീതിയെയാണ് നമ്മളെന്ത് പറയുന്നത്,
സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനൊരു എക്സാമ്പിളാണ് പാസ്കൽ. നമ്പർ 3, പ്രൊസീജറൽ പ്രോഗ്രാമിംഗ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം structured programming based on the concept of procedure or subroutine call or a function call that simply contains a series of computational steps to be carried out. In procedural programming, data and functions are separate. Data structures only contain data. They are passed as arguments to functions using or modifying data. ഓക്കെ, മനസ്സിലായോ എന്തെങ്കിലും? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സ്ട്രക്ചർഡ് പ്രോഗ്രാമിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, അതിൻ്റെ ഒരു ഹയർ സ്റ്റെപ്പാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് സബ് റുട്ടീൻസ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസ്, അതിനെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ്, ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. അതിനാണ് ഈ പ്രൊസീജറൽ പ്രോഗ്രാമിൽ ഊന്നൽ കൊടുക്കുന്നത്. സോ യു നോ ദാറ്റ് വാട്ട് ഈസ് എ സബ് പ്രോഗ്രാം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ പ്രോഗ്രാം. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സബ് പ്രോഗ്രാം ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു സോൾവ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പ്രത്യേക ടാസ്ക്, ഒരു ജോബ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്ന ചെറിയ സബ് പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുന്നത്? സബ് റുട്ടീൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത്. ഇനി ഈ പ്രൊസീജിയറും ഫങ്ഷനും തമ്മിൽ ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട്. പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. ഫങ്ഷൻ ആണെങ്കിൽ ഒരു സമയത്ത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. അതാണ് പ്രൊസീജിയറും ഫങ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടും സബ് പ്രോഗ്രാംസ് ആണ്. അപ്പം ഫങ്ഷൻ ക്യാൻ റിട്ടേൺ ഓൺലി വൺ വാല്യൂ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ റിട്ടേൺ വാല്യൂ ഫ്രം എ പ്രൊസീജിയർ. പ്രൊസീജിയറിനകത്തുനിന്ന് വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസോ പ്രൊസീജിയേഴ്സോ അതിനെയൊക്കെ കോമൺ ആയിട്ടാണ് സബ് റുട്ടീൻ സബ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത്. അത് കോൾ ചെയ്തിട്ട് മെയിൻ പ്രോഗ്രാമുകളിൽ ഒക്കെ കോൾ ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമുകളെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ മെയിൻ പ്രോഗ്രാം ഒന്ന് അടുക്കും ചിട്ടേ സ്ട്രക്ചേർഡായിട്ട് മാറും, കുറച്ചുകൂടെ ഷോർട്ടനായിട്ട് മാറും, ചെറുതായിട്ട് മാറും. അപ്പോൾ സബ് പ്രോഗ്രാമുകൾ വരും. ഈ സബ് പ്രോഗ്രാമുകൾ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസാണ്. അതിൻ്റെ ഹയർ ലെവലിലുള്ള, തൊട്ട് മേളിലുള്ള ഹയർ ലെവലിലുള്ള മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിലേക്ക് അത് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കോൾ ചെയ്തിട്ടാണ് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ നമ്മൾ നോർമലി ഇതിനകത്ത് ഗ്ലോബലായിട്ടാണ് കൊടുക്കുന്നത്. പ്രൊസീജറൽ പ്രോഗ്രാമിൽ ഡേറ്റ ഗ്ലോബലി, ഡേറ്റ സ്ട്രക്ചറൊക്കെ വഴി ഗ്ലോബൽ ഡേറ്റേഴ്സാണ്, ഗ്ലോബൽ വേരിയബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്ലോബലിയാണ് കൊടുക്കുന്നത്. സോ എല്ലാ ഫങ്ഷൻസിനകത്തും ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ പ്രൊസീജിയറിലും എല്ലാ ഫങ്ഷനിലും ഈ ഗ്ലോബൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർഗ്യുമെൻറ്റ് വഴി നമ്മളിത് പാസ് ചെയ്യും. അപ്പോൾ ഗ്ലോബലായിട്ട് കൊടുത്താൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, എല്ലാ റുട്ടീൻസിലും എല്ലാ സബ് പ്രോഗ്രാമിലും ഗ്ലോബൽ ഡേറ്റ ആക്സസ് ചെയ്യാം. നോർമൽ കേസിൽ അങ്ങനെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഡാറ്റാസും ഫങ്ഷൻസും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജറൽ പ്രോഗ്രാമിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഗ്ലോബൽ ഡേറ്റയെ ആർഗ്യുമെൻ്റായിട്ട് ഫങ്ഷനുകളിൽ അല്ലെങ്കിൽ പ്രൊസീജിയറിൽ കൂടെ പാസ് ചെയ്യുന്നു. അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഫങ്ഷൻ ആണെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യും, പ്രൊസീജിയർ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഈ രീതിയിൽ പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, പാരാഡിമാണ് എന്ത്? പ്രൊസീജറൽ പ്രോഗ്രാമിംഗ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഈ സെക്ഷനിൽ നമുക്ക് ഇത്രയും വെച്ച് നമുക്ക് നിർത്താം. ഫോർത്ത് വൺ ഈസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. സീ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഞാനൊന്ന് വായിക്കുകയാണത്. മോഡുലാർ പ്രോഗ്രാമിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് subdividing a computer program into separate units called modules. Okay, it is the process of subdividing a computer program into separate units
called module. That is, a module is a separate software component. It can often be used in a variety of application and function with other components of the system. Other components of the system. Okay. Similar functions are grouped in the same unit of programming code, and separate functions are developed as separate units of code so that the code can be reused. The code can be reused by other application. The code can be reused. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ അതായത് ഈ മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ എൻറ്റയർ സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് ചെയ്യും, പല പല മൊഡ്യൂൾസാക്കി ഡിവൈഡ് ചെയ്യും. ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെ പോയിൻ്റ് ചെയ്യുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറും ഫങ്ഷനും ചേർന്നതാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ പല ആപ്ലിക്കേഷൻസ് കാണും. അപ്പം ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ കാണും. അപ്പോൾ ആ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒന്നിലധികം ആപ്ലിക്കേഷൻ ചേർന്നിട്ട് ആണ് നമ്മളെന്ത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മൊഡ്യൂളിനകത്ത് കുറച്ചധികം ഫങ്ഷനും കുറച്ചധികം പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ മൊഡ്യൂൾസിനെ നമ്മൾ വീണ്ടും അടുത്ത ലെവലായിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ പല പല ലെവൽസാക്കി പല പല സ്റ്റെപ്പാക്കി നമുക്ക് മൊഡ്യൂൾസിനെ ബ്രേക്ക് ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ കൊണ്ടുവന്ന് അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. പിന്നെ അതിനെ കോൾ ബാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം എനിവേ നമ്മൾ ഈ അപ്രോച്ചസിൽ മെയിൻ പ്രോഗ്രാമിനെ പല പല എന്താക്കി ഡിവൈഡ് ചെയ്യുന്നു, മൊഡ്യൂൾസാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സബ് പ്രോഗ്രാംസാണ്, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ചേർന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഉപയോഗിക്കുന്ന ഫങ്ഷനുകളും പ്രൊസീജിയറും ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. വീണ്ടും മറ്റൊരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, ആ സോഫ്റ്റ്വെയറിൽ തന്നെ വേറൊരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്നത് പോലെ തന്നെ ദ മെയിൻ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് മൊഡ്യൂൾസ്. ഈച്ച് മൊഡ്യൂൾ contains a number of sub-programs and each module is intended to solve a particular application. ഓക്കെ, ഇതാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. Object oriented programming is a programming paradigm based on the concepts of objects, which can contain data in the form of fields and code in the form of procedures. Okay, objects which contain data in the form of fields or attributes and code in the form of procedures or methods. In O, computer programs are designed by making them out of objects that interact with each other. അതായത് ഇവിടെ പ്രൊസീജിയറൽ പ്രോഗ്രാമുകൾ പോലെ പ്രൊസീജിയേഴ്സിനല്ല ഇമ്പോർട്ടൻസ്. ഇവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഡാറ്റയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡാറ്റയും ഫങ്ഷനെയും അല്ലെങ്കിൽ ഡാറ്റകളെയും പ്രൊസീജിയറുകളെയും ഒരുമിച്ച് റാപ്പ് ചെയ്ത് ഒരു പേരിൽ നമ്മൾ പറയുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റുകളെന്ന് വിളിക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കീ കൺസെപ്റ്റാണിത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ഡേറ്റാസ് ആൻഡ് ഫങ്ഷൻസ് ടുഗദർ, ഒരുമിച്ചാണ്. അപ്പോൾ അത് റിയൽ വേൾഡ് പ്രോബ്ലംസിനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നതാണ്, കുറച്ചുകൂടെ സോൾവ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളതാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. C++ രണ്ട് രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൊസീജിയർ പാരാഡിം ഉപയോഗിച്ചും പ്രൊസീജിയറൽ ലാംഗ്വേജ് ആ രീതിയിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിംസ് വഴിയും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഇവിടുത്തെ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എവറിത്തിങ് അറൗണ്ട്
ഒബ്ജക്ട്സ് എന്നുള്ള പറയുന്നതാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റയും ഉണ്ട്, ഫങ്ഷനും ഉണ്ട്. അപ്പോൾ ഡേറ്റയും ഫങ്ഷനെയും ഒരുമിച്ച് ഒരു പേരിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റ്. അപ്പം അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും മറ്റു പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായി? അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.